പിടിക്കപ്പെടാതെ നോക്കണം രണ്ടാളും. ഇനി എനിക്ക് നിങ്ങളെ സഹിക്കാൻ പാടാ. അതൊക്കെ കണ്ണേട്ട്. നീ അങ്ങനെ കെട്ടിക്കും. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ നാടകങ്ങൾക്ക് വിരാമമാകുന്നു. അതേ കൂട്ടുകാരി, നമ്മുടെ ഇന്നത്തെ പ്രമോല് വിഷു ആഘോഷമാട്ടോ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ മഞ്ജു വന്ന് ഭയങ്കരമായിട്ട് ഒരുക്കുന്നൊക്കെ ഉണ്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി. അപ്പൊ എന്നിട്ട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ വന്ന് കാണുമ്പോൾ നമ്മുടെ ഏട്ടത്തി ഭയങ്കര സുന്ദരിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടോ ഒരുക്കുന്നേ. അപ്പൊ കണ്ണൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുമിച്ച് പോകാൻ വേണ്ടി വരാം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ കുറെ നേരം കണ്ണനെ കാണുന്നില്ല. അപ്പുറത്ത് നമ്മുടെ ദുർഗാമ്മയാണെങ്കിൽ കണ്ണന്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓ, നശിച്ചവള് പോയപ്പോ എന്തൊരു സമാധാനമുണ്ട്, ഇത് നല്ലൊരു വിഷുവാണ്, നമുക്കിത് ഒരുമിച്ച് അമ്പലത്തിൽ പോയിട്ട് ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണൻ അവിടെ ദുർഗാമ്മയുടെ ആ ഒരു വലയിൽ പെട്ടുപോകുന്നുണ്ടേ. പിന്നീടാണെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ മഞ്ജുവും ലക്ഷ്മിയും കൂടി ആയിരിക്കും അമ്പലത്തിൽ പോകുന്നത്. അപ്പൊ അവിടെ വെച്ച് നമ്മുടെ മോഹിനിയമ്മയെ കാണുന്നുണ്ട്. അപ്പൊ മോഹിനിയമ്മയ്ക്ക് എന്തോ ഭയങ്കര സങ്കടം. എന്നിട്ട് മോഹിനിയമ്മ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ലക്ഷ്മി മോളെ, ഈ നാടകമൊന്നും ആരുടെയും കണ്ണിപ്പെടാതെ നോക്കണേ, എനിക്കെന്തോ ഭയങ്കര പേടി തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അമ്മയുടെ ഈ ഒരു ആദിയും വ്യാധിയൊക്കെ കാണുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ആകെപ്പാടെ ഞെട്ടി സങ്കടത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. അമ്മ വേറെന്തൊക്കെയോ കൂടെ പറയുന്നൊക്കെ ഉണ്ട്, അത് എന്താണെന്ന് പ്രമോല് കാണിക്കുന്നില്ല. പക്ഷെ ആ പറയുന്നത് കേട്ട് നമ്മുടെ മഹാലക്ഷ്മി വല്ലാതെ ഞെട്ടി പേടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ കരുണ നമ്മുടെ ഉണ്ണീനെ ഭയങ്കര തരം താഴ്ത്തി സംസാരിക്കുമോ, നിങ്ങൾ എനിക്ക് മടുത്തു, ഇനി സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അതൊക്കെ ആ കണ്ണേട്ടൻ എന്നും പറഞ്ഞ് നമ്മുടെ കണ്ണനെ പൊക്കിയടിക്കും കേട്ടോ നമ്മുടെ കരുണ. അപ്പൊ ഉണ്ണി എടുത്ത് വായിക്കും പറയുന്നുണ്ട്, ആഹാ അങ്ങനെയാണോ, എന്താ ഈ ബന്ധം കളഞ്ഞിട്ട് നീ കണ്ണേട്ടനെ കിട്ടിക്കോടി നമ്മുടെ കരുണയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ കരുണ തിരിച്ച് മറുപടി കൊടുക്കുന്നതായിട്ടൊന്നും പ്രമോല് കാണിക്കുന്നില്ല കേട്ടോ. എന്തായാലും ഒരു കിട്ടില്ല മറുപടി നമ്മുടെ ഉണ്ണിക്കിട്ട് കിട്ടും അല്ലെ പ്രേക്ഷകരെ. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹെറംതി മലയാളി സൈനിങ് ഓഫ്.